ആസന്നമായ തിരഞ്ഞെടുപ്പിൽ പോൾ മാനേജർ ആപ്പിന് പുറമെയായി പോളിംഗ് ഉദ്യോഗസ്ഥർ ഉപയോഗിക്കേണ്ട ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ASD മോണിറ്റർ. ഇതിൽ ടീമിലെ പ്രിസൈഡിംഗ് ഓഫീസറുടെയോ ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെയോ മൊബൈൽ നമ്പറും അതിൽ ലഭിക്കുന്ന OTPയും ഉപയോഗിച്ചാണ് പ്രവേശിക്കേണ്ടത്. ASD മോണിറ്റർ എന്നുള്ള മൊബൈൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആപ്പ് ഓപ്പൺ ചെയ്യാം. ഇതേ രീതിയിലുള്ള ഒരു സ്ക്രീനായിരിക്കും ലഭിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ടീമിലെ പ്രിസൈഡിംഗ് ഓഫീസറുടെയോ ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെയോ മൊബൈൽ നമ്പറാണ് നൽകേണ്ടത്. തുടർന്ന് ആ ഫോണിൽ ലഭിക്കുന്ന OTPയാണ് നൽകേണ്ടത്. ഇപ്രകാരം ആപ്പിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പ്രവേശിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസർ അഥവാ ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ പേര്, ഫോൺ നമ്പർ, നിങ്ങൾ ജോലി ചെയ്യുന്ന പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പേര്, അസംബ്ലി മണ്ഡലത്തിൻ്റെ നമ്പർ, പേര്, പോളിംഗ് സ്റ്റേഷൻ്റെ നമ്പറും പേരും മുതലായ വിവരങ്ങൾ ഇവിടെ കാണിക്കുന്നതാണ്. താഴെ കാണാൻ സാധിക്കുന്ന 2 ബട്ടണുകൾ പോളിംഗ് ദിവസം രാവിലെ 7 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള സമയത്ത് മാത്രമായിരിക്കും ലഭ്യമായിരിക്കുക. അതിനു മുൻപും അതിനു ശേഷവുമുള്ള സമയങ്ങളിൽ ഇപ്പോൾ കാണുന്നത് പോലെയുള്ള ഒരു ബ്ലാങ്ക് സ്ക്രീനായിരിക്കും കാണുന്നത്. ടോട്ടൽ ASD വോട്ടേഴ്സ് റെക്കോർഡഡ് എന്നുള്ളതിൽ ഇതുവരെ റെക്കോർഡ് ചെയ്ത ടോട്ടൽ നമ്പർ കാണിക്കും. റെക്കോർഡ് ന്യൂ ASD വോട്ട് എന്നുള്ള ഓപ്ഷനിലാണ് പുതിയ ASD വോട്ട് റെക്കോർഡ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ടാപ്പ് ചെയ്യേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആബ്സെൻറ്റി, ഷിഫ്റ്റ്, ഡെത്ത് എന്ന രീതിയിൽ മാർക്ക്ഡ് വോട്ടർ പട്ടികയിൽ മാർക്ക് ചെയ്തിരിക്കുന്ന വ്യക്തികൾ വോട്ട് ചെയ്യുന്നതിനായി വന്നാൽ മാത്രമാണ് ഈ ആപ്പ് ഉപയോഗിക്കേണ്ടത്. മറ്റു വ്യക്തികളുടെ വോട്ടെടുപ്പിനായി ഈ ആപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ആബ്സെൻറ്റി, ഷിഫ്റ്റ്, ഡെത്ത് എന്നുള്ള 3 കാറ്റഗറിയിൽ നിങ്ങളുടെ കയ്യിലുള്ള മാർക്ക്ഡ് കോപ്പി, വോട്ടർ പട്ടികയുടെ മാർക്ക്ഡ് കോപ്പിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ മാത്രം, അപ്രകാരമുള്ള വ്യക്തികൾ വോട്ട് ചെയ്യുന്നതിനായി സമീപിച്ചാൽ മാത്രം അതിൻ്റേതായ പ്രത്യേക പ്രൊസീജിയറുണ്ട്, അത് ഫോളോ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ മൊബൈൽ ആപ്പിൽ അവരുടെ സീരിയൽ നമ്പറും ഫോട്ടോയും റെക്കോർഡ് ചെയ്യുകയും വേണം. അങ്ങനെ അപ്രകാരമുള്ള ഒരു വ്യക്തി പോളിംഗ് ബൂത്തിൽ എത്തുന്ന സമയത്ത് റെക്കോർഡ് ന്യൂ ASD വോട്ട് എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. ഇവിടെ ആ വോട്ടർ പട്ടികയിലെ സീരിയൽ നമ്പറാണ് കൊടുക്കേണ്ടത്. തുടർന്ന് എന്തെങ്കിലും റിമാർക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യാം. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്നതിനായി ക്യാപ്ചർ ഫോട്ടോ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ 2 രീതിയിൽ ഫോട്ടോ ചേർക്കാവുന്നതാണ്. ക്യാമറ എന്നുള്ളതാണ് പ്രധാന ഓപ്ഷൻ. നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷനിൽ മൊബൈൽ നെറ്റ്വർക്ക് ലഭ്യമാണെങ്കിൽ ക്യാമറ എന്നുള്ള ഓപ്ഷൻ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ടീമിലുള്ള ആരുടെയും മൊബൈൽ ഫോണിൽ നെറ്റ്വർക്ക് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഗാലറി എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചും ചെയ്യാൻ സാധിക്കും. അത് ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ഫോട്ടോ നിങ്ങൾ എടുത്തതിന് ശേഷം ഓരോന്നിനും പ്രത്യേകമായി സീരിയൽ നമ്പറും കൊടുത്ത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നെറ്റ്വർക്ക് ഉള്ള ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് അപ്ലോഡ് ചെയ്യുന്നതിനാണ് ഗാലറി എന്നുള്ള ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അല്ലാതെയുള്ള നോർമലായ എല്ലാ കേസിലും ക്യാമറ എന്നുള്ള ഓപ്ഷൻ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ക്യാമറ എന്നുള്ള ഓപ്ഷൻ ടാപ്പ് ചെയ്യാം. തുടർന്ന് ആ വ്യക്തിയുടെ ഫോട്ടോയാണ് എടുക്കേണ്ടത്. ഇവിടെ ഒരിക്കൽ കൂടി ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ റീട്രൈ എന്ന് കൊടുക്കാം, ഇല്ലെങ്കിൽ ഓക്കെ എന്നാണ് കൊടുക്കേണ്ടത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, സീരിയൽ നമ്പറും ഫോട്ടോയും കൊടുത്ത് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഇതിൽ യാതൊരു തരത്തിലുള്ള കറക്ഷനും സാധ്യമല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ തന്നെ ഇത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കാം. റെക്കോർഡ് ആഡഡ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് താഴെ വന്നിരുന്നു. തുടർന്ന് വരുന്ന ഹോം സ്ക്രീനിൽ ഇതുവരെ എത്ര ASD വോട്ട്സ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ബട്ടണിൽ ടാപ്പ് ചെയ്താൽ ഇതിനകം റെക്കോർഡ് ചെയ്തിരിക്കുന്ന ASD വോട്ടുകളുടെ ലിസ്റ്റ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഹോം സ്ക്രീനിലേക്ക് പോകുന്നതിനായി ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യാം. മറ്റൊരു കേസ് കൂടി ചെയ്തു നോക്കാം. റെക്കോർഡ് ന്യൂ ASD വോട്ട് എന്ന് കൊടുക്കാം, സീരിയൽ നമ്പർ കൊടുക്കാം, ക്യാപ്ചർ ഫോട്ടോ എന്ന് കൊടുക്കാം. ഇവിടെ ഗാലറിയിൽ നിന്നും ചൂസ് ചെയ്ത് നോക്കാം. ഗാലറി എന്ന് കൊടുത്തതിന് ശേഷം നേരത്തെ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോ ആണ് സെലക്ട് ചെയ്യേണ്ടത്. തുടർന്ന് സബ്മിറ്റ് എന്ന് കൊടുക്കാം.
ഇതേ രീതിയിൽ ആബ്സെൻ്റായിട്ടോ ഷിഫ്റ്റായിട്ടോ ഡെത്തായിട്ടോ വോട്ടർ പട്ടികയുടെ മാർക്കഡ് കോപ്പിയിൽ മാർക്ക് ചെയ്തിരിക്കുന്ന വ്യക്തികൾ വോട്ട് ചെയ്യുന്നതിനായി സമീപിക്കുമ്പോൾ മാത്രമാണ് ഈ ASD മോണിറ്റർ ആപ്പ് ഉപയോഗിക്കേണ്ടത്. അപ്രകാരമുള്ള മുഴുവൻ വ്യക്തികളുടെയും സീരിയൽ നമ്പറും ഫോട്ടോയും ഇതിൽ നിർബന്ധമായും റെക്കോർഡ് ചെയ്യേണ്ടതാണ്. മൊബൈൽ ആപ്പിൽ നിന്നും ലോഗൗട്ട് ചെയ്യുന്നതിനായി മുകളിൽ വലതുവശത്തായി ലോഗൗട്ട് ബട്ടൺ അവൈലബിൾ ആണ്. താങ്ക് യു.